വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് 65 വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു. കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി. കോൺടാക്ട് 04884232 ഒരു നൂറ്റാണ്ടിലേറെയായി വടക്കാഞ്ചേരിയിലെ കായിക പ്രേമികൾ ഉപയോഗിച്ചിരുന്ന വടക്കാഞ്ചേരി ഗ്രൗണ്ടിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത്. ഗ്രൗണ്ടിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് DCC ജനറൽ സെക്രട്ടറി ഷാഹിദ റഹ്മാൻ. ഗ്രൗണ്ട് നവീകരണവുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരി പുഴയിൽ നിന്നും കൊണ്ടിട്ട മൺകൂനയിൽ പ്ലാസ്റ്റിക്കുകളും കുപ്പിച്ചില്ലുകളും നിറഞ്ഞ് ഗ്രൗണ്ട് ഉപയോഗശൂന്യമായെന്ന് DCC സെക്രട്ടറി ഷാഹിദ റഹ്മാൻ പറഞ്ഞു. ഒരു നൂറ്റാണ്ടിലേറെയായി വടക്കാഞ്ചേരിയും ഈ സമീപ പ്രദേശത്തുമുള്ള കായിക പ്രേമികൾ ഉപയോഗിച്ചിരുന്ന വടക്കാഞ്ചേരി ഗ്രൗണ്ടിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ പ്രളയകാലത്ത് ഇവിടെ മണ്ണ് കൊണ്ടുവന്ന് കൂട്ടിയിട്ടതാണ്. CN ബാലകൃഷ്ണൻ മന്ത്രിയായിരുന്ന കാലത്ത് ഈ ഗ്രൗണ്ടിൻ്റെ നവീകരണത്തിനും വികസനത്തിനുമായി 1 കോടി രൂപ അനുവദിച്ചിരുന്നു. ഇന്നത്തെ ചെയർമാനും അതുപോലെ CPMമാരൊക്കെ ചേർന്നാണ് ആ വികസനത്തെ തടഞ്ഞത്. അതിനുശേഷം ഈ പ്രളയകാലത്ത് കൊണ്ടുവന്നിട്ട ഈ മണ്ണ് ഇപ്പോഴും കിടന്ന് ഈ ഗ്രൗണ്ട് ഉപയോഗശൂന്യമായ രീതിയിലാണ് കിടക്കുന്നത്. ഇവിടെ മുഴുവനും കൊണ്ടുവന്നിട്ട മണ്ണിൽ പ്ലാസ്റ്റിക് മുതലുള്ള കുപ്പിച്ചില്ല് മുതലുള്ള എല്ലാ വേസ്റ്റും മാലിന്യങ്ങളും ഇവിടെ നിറഞ്ഞിരിക്കുകയാണ്. ഗ്രൗണ്ട് ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ്. ഇവിടെ നിരവധി കായിക മേളകൾ, മത്സരങ്ങൾ, സ്കൂൾ കായിക മേളകൾ തുടങ്ങി എല്ലാം നടന്നിരുന്ന ഒരു സ്ഥലമാണ്. കാലത്ത് ആളുകൾ വ്യായാമം ചെയ്യാനും തുടങ്ങി ഈ പ്രദേശത്തുള്ള ആളുകളും ഇതിനപ്പുറമുള്ള ആളുകളും വന്ന് ഉപയോഗിച്ചിരുന്ന ഈ ഗ്രൗണ്ടിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി സമരങ്ങൾ ഇവിടെ നടന്നതാണ്. ഇത്രയൊക്കെ ആയിട്ടും ഇവിടുത്തെ MLA ആയാലും മുനിസിപ്പാലിറ്റി ആയാലും ഇതിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഈ ഗ്രൗണ്ട് പഴയതിനേക്കാൾ ശോചനീയാവസ്ഥയിൽ തുടരുകയാണ്. അതിനെതിരെ ശക്തമായ സമരവുമായി പൊതുജനങ്ങൾ രംഗത്തേക്ക് വരികയാണ്. CN ബാലകൃഷ്ണന്റെ കാലത്ത് ഗ്രൗണ്ട് നവീകരണവുമായി ബന്ധപ്പെട്ട് 1 കോടി രൂപ അനുവദിച്ചപ്പോൾ വടക്കാഞ്ചേരി MLAയും മുനിസിപ്പാലിറ്റിയും ചേർന്ന് അത് തടസ്സപ്പെടുത്തുകയായിരുന്നുവെന്നും അവർ ആരോപിച്ചു. നിരവധി കായിക മേളകളും മത്സരങ്ങളും നടത്താനും വ്യായാമത്തിനും ഉൾപ്പെടെ നിരവധി ആളുകൾ ഉപയോഗപ്പെടുത്തിയ ഗ്രൗണ്ട് മൺകൂന മൂലം കാടുകയറി ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. മികച്ച നിലവാരത്തിൽ നിർമ്മിക്കുമെന്ന് പറഞ്ഞ ഗ്രൗണ്ട് നിലവിൽ പഴയതിനേക്കാൾ ശോചനീയാവസ്ഥയിൽ ആയിരിക്കുകയാണെന്നും ഇതിനെതിരെ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും വടക്കാഞ്ചേരി ബോയ്സ് ഗ്രൗണ്ട് സന്ദർശിച്ച ശേഷം അവർ പറഞ്ഞു. നേതാക്കളായ ബിജു ഇസ്മായിൽ, ശശി മംഗലം, TV സണ്ണി, അനു സെബാസ്റ്റ്യൻ, ജിജോ തലക്കോടൻ, മുഹമ്മദ് മുസ്തഫ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ് എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. You are watching VCV News.